ഇപ്പോൾ ഡി ധനസുമോദും ഒപ്പം ഷബീർ ഉമർ കൂടി ചേരുന്നുണ്ട്. ആദ്യം ധനസുമോദിലേക്ക്. സുമോദയി, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിനും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും പ്രത്യേക താല്പര്യമോ പ്രത്യേക ഇടപെടലോ ഉണ്ടായിരുന്നോ? ആ അർത്ഥത്തിൽ ഒരു പ്രത്യേക ചർച്ച ദേശീയ നേതൃത്വത്തിലടക്കം നടന്നതിന് ശേഷം അങ്ങനെ ഒരു പേര് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയാണോ ചെയ്തത്? എന്താണ് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സൈഫു, നിലമ്പൂരിനെ സംബന്ധിച്ച് ഡൽഹിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി, നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി, ഇവർ രണ്ടുപേരുടെയും ഒരു അഭിപ്രായവും അവരുടെ ഒരു താല്പര്യവും കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമുണ്ടാകുക. പക്ഷേ അപ്പോൾ പോലും ഒരു സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു ഒറ്റ പേരിലേക്കാണ് വരുന്നതെങ്കിൽ അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് പാസ്സാക്കി വിടാനും ഇത് അംഗീകരിക്കാനും തയ്യാറായിരിക്കുകയാണ് ഇവിടെ ദേശീയ നേതൃത്വം. മാത്രമല്ല, ഈ നേരത്തെ PV അൻവർ രാജിവെച്ച് ഒഴിഞ്ഞ സാഹചര്യത്തിൽ തന്നെ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും ഇനി കോൺഗ്രസിന് കൂടുതൽ മികച്ചത് എന്ന രീതിയിൽ ഒരു സർവേ ഹൈക്കമാൻഡ് തന്നെ മുൻകൈയെടുത്ത് നടത്തിയിരുന്നു. ആ ഹൈക്കമാൻഡ് നടത്തിയ ഒരു സർവേയിൽ അവിടെ മുൻതൂക്കം കിട്ടിയത് VS ജോയിയുടെ പേരാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ VS ജോയ് എന്നൊരു പേരിലേക്ക് ഏകദേശം കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് നേതൃമാറ്റം ഉണ്ടായത്. നേരത്തെ സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്താണ് ആ തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറഞ്ഞത്, ഏത് സമയത്ത് പ്രഖ്യാപനം വരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 2-3 മണിക്കൂറുകളിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ നേതൃത്വം മാറിയത് കൊണ്ട് ഇനി സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലെ അധ്യക്ഷനായി അദ്ദേഹം വന്നു. മാത്രമല്ല, വർക്കിംഗ് ടീമിലെ പുതിയ ആളുകൾ വരുന്നു. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ആര്യാടൻ ഷൗക്കത്തിനെ കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു അഭിപ്രായം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതൊന്ന് അവർക്ക് ഇരുന്ന് ഒരുമിച്ച് ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു വേദി പോലും ഉണ്ടായിട്ടില്ല. കാര്യം നേരത്തെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയവും തർക്കവും ചർച്ചയും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവർ പുതിയ ടീം സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ എത്തിയതിനു ശേഷം മറ്റു പല കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ കൊടുത്തിരുന്നത്. അപ്പോഴും നീണ്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കില്ല എന്നുള്ള ഒരു കരുതലായിരുന്നു, ഒരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ജമ്മു കാശ്മീരിൽ മാത്രമാണ്, അവിടുത്തെ ചില ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ബംഗാളിലായാലും ഗുജറാത്തിലായാലും ഉൾപ്പെടെ നടത്താൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് ഇന്ന് രാവിലെ 9 മണിക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് നേരത്തെ ഒരു സർവേ നടപടികളുമായി എല്ലാം മുന്നോട്ട് പോയത്. പക്ഷേ ഇനിയിപ്പോൾ ഒരു പുതിയ ടീമും പ്രതിപക്ഷ നേതാവും ഒത്തൊരുമിച്ച് ഒരു പേര് വന്നാൽ അത് 1 മണിക്കൂറിൽ തന്നെ അംഗീകരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ചേർന്നിരിക്കുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇങ്ങനെയൊരു ഉറപ്പാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരു പേര് കൃത്യമായി എത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഒരു പ്രധാന കടമ്പ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. ധനസുമോദ് സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിലെ പ്രിയങ്ക ഗാന്ധിയുടെ തട്ടകത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് നിലമ്പൂരിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമോ ശ്രദ്ധയോ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിനുണ്ടാകും. രാഹുൽ ഗാന്ധിക്കും അക്കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും. അതും കൂടി പരിഗണിച്ചായിരിക്കും ഒരു സ്ഥാനാർത്ഥിയിലേക്ക്, ഒരു ഫിഗറിലേക്ക് കോൺഗ്രസും UDF എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്.